നമ്മുടെ ഡേ 2 മിനാക് തിയേറ്ററാണ് നമ്മൾ ആദ്യത്തെ സ്പോട്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒത്തിരി ലേറ്റായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു നേരമായി. ഇപ്പോൾ സമയം 2 മണി. ഞങ്ങൾ 2 മണിയുടെ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിരുന്നു ടിക്കറ്റ്സ്. അതുകൊണ്ട് നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട വന്നില്ല. അല്ലെങ്കിൽ പ്രീ ബുക്ക് വിസിറ്റേഴ്സിന് മാത്രമേ ഇവർ എൻട്രി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മിനാക് തിയേറ്ററിൻ്റെ കാഴ്ചകളിലോട്ട് പോവാം. വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് വഴിയാത്ര വളരെ ദുഷ്കരമാണ്. റോഡുകളൊക്കെ വളരെ ചെറുതാണ്. അതനുസരിച്ചുള്ള പ്രിക്കോഷൻസ് യാത്രകളിൽ എപ്പോഴും നിങ്ങൾ എടുത്തിട്ടുണ്ടാവണം. നോട്ട് ഓഫ് റോഡിങ് ബട്ട് കൈൻഡ് ഓഫ് ലൈക്ക് ഒത്തിരി കർവുകളും ടേണുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വഴി. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ പുറകിൽ ഈ കാണുന്നതാണ് മിനാക് തിയേറ്റർ. ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചരിത്രത്തിലൊന്നും കിടക്കാനുള്ള കാഴ്ചകൾ ഞാനിപ്പോൾ വന്ന് കണ്ട് കയറി ഓൾറെഡി. ഞങ്ങൾ പെട്ടെന്നുള്ളൊരു ഓട്ടപ്രദർശനമാണ്. ഞാൻ പറഞ്ഞ മാതിരി ലേറ്റായിട്ട് ഇറങ്ങിയ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഏരിയ കൂടി കവർ ചെയ്തൊക്കെ ഉള്ളതുണ്ട്. ചേട്ടാ ഡ്രൈവ് എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങടേക്ക്? വെരി നൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പറ. മുഷ്കിലായിരുന്നു. നമ്മൾ വലിയ വണ്ടിയുടെ ആയിരുന്നുകൊണ്ട് അത്യാവശ്യം നല്ല കഷ്ടപ്പാടായിരുന്നു. ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പോലത്തെ വളവുകൾ അങ്ങനെയൊക്കെയായിരുന്നു. ശരിക്കും അത്യാവശ്യം നല്ല മല്ലാണ് ഇവിടെ വരെ എത്തിപ്പെടാനായിട്ട്. എത്ര മണിയാണോ നിങ്ങൾ പ്ലാൻ ചെയ്യണേ? അതിനേക്കാളും ഒരു അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം സമയത്തിനേക്കാൾ ഒരു അരമണിക്കൂർ മുമ്പേ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിക്കണ മാതിരി ഇവിടെ എത്തുള്ളൂ. അതും പ്രത്യേകിച്ച് സീസണിൽ. ഇത് സമ്മറിൻ്റെ എൻഡാണ്. എന്നിട്ട് കൂടി ഞങ്ങൾ ശരിക്കും പാടുവിട്ടു. ഇനിയും ഇവിടെ കാണാൻ ഒത്തിരി ഉണ്ട്. പക്ഷേ ഞങ്ങൾ അധികം നേരം സ്പെൻഡ് ചെയ്യുന്നില്ല. 4 മണിക്ക് മുമ്പ് ഞങ്ങൾക്ക് അടുത്ത സ്പോട്ടിലെത്തണം. നമ്മുടെ ലാൻസെൻ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് ഇവിടെ. യുകെയുടെ ഒരു കോർണറാണ്, ഏറ്റവും ഒരു അറ്റം. അതുകൂടെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഇവിടെ നിന്നൊരു 18 മിനിറ്റാണ് അത് കവർ ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് അടുത്തത്. ബുക്ക് ചെയ്യാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. വേനലാണെന്ന് വിശ്വസിച്ചെടുത്തതാണ് ഈ ഒരു തീരുമാനം ഞങ്ങൾ. പക്ഷേ ഇതാണ് അവസ്ഥ. എന്നാ മഴയാണെന്നറിയോ? ഞങ്ങളിപ്പോൾ ലാൻസനിലേക്കുള്ള ട്രിപ്പിൻ്റെ മിഡിലാണ്. ഇവിടുത്തെ പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ടുള്ള മല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ബീച്ചിൻ്റെ കാർ പാർക്ക് വേറെ ഉണ്ട്. അത് അവിടുത്തെ ഡിലേ കഴിഞ്ഞിട്ട് വേണം മുകളിൽ നിന്നുള്ള വണ്ടികൾ താഴേക്ക് ഇറങ്ങാൻ. ഇത് ക്ലിഫ് പോലെയാണ്. ക്ലിഫിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഒരു പാർക്കിങ്, പിന്നെ താഴെ ഒരു പാർക്കിങ്.